ഓശാന എന്ന ആ വലിയ അനുഭവത്തെ നമ്മൾ ധ്യാനമാക്കുമ്പോൾ നമ്മളെല്ലാവരും ഓശാന തിരുനാളിൽ കുരുത്തോലയാണ് നമ്മുടെ ഓശാനയുടെ ചിഹ്നമായി കരുതുന്നത്. അതേസമയം ഈശോ കുരുത്തോലയ്ക്ക് മുമ്പ് ഓശാനയുടെ ചിഹ്നമായി സ്വീകരിച്ചത് കഴുതയെയായിരുന്നു. എന്തിനാണ് ഈശോ കഴുതയെ ഓശാന ചിഹ്നമായി സ്വീകരിച്ചത് എന്നത് നമ്മുടെ എല്ലാവരുടെയും ധ്യാനമാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഉത്തരമുണ്ട്. എന്തിനാണ് ഈശോ ഓശാനയ്ക്ക് കഴുതയെ സ്വീകരിച്ചത്? എളിമ, ഈശോയുടെ എളിമ കാണിക്കാനാണ്. നമ്മളെല്ലാവരും ആ പാട്ട് ഓശാനയ്ക്ക് പാടുന്നുണ്ട്. പ്രത്യേകിച്ച് സീറോ മലബാർ കുർബാനയിൽ ഓശാനയ്ക്ക് ഈശോയുടെ പാട്ട് പാടുമ്പോൾ ഈശോ ഇങ്ങനെ എളിമയുടെ വിനയത്തിൻ്റെ ചിഹ്നമായ കഴുതപ്പുറത്ത് വന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന പാട്ടുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഓശാനയിൽ ഈശോ കഴുതയെ സ്വീകരിക്കുമ്പോൾ കഴുതയെപ്പറ്റി ഈ ജനത്തിനുള്ളൊരു ഇമേജറി ഈശോയുടെ വ്യക്തിത്വത്തോട് ചേർത്ത് വെച്ച് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഈ ഒരു തലമുറ, നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മലയാള പാഠാവലി, കേരള പാഠാവലി മലയാളം എന്ന പേരിൽ നമ്മുടെ മലയാള പുസ്തകം പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. തമ്പുരാൻ്റെ പരിപാലനയിൽ ഞാൻ 1-ാം ക്ലാസ്സിൽ തൊട്ട് പഠിച്ച മലയാള പാഠപുസ്തകങ്ങളുടെ ഒരു ശേഖരം പലയിടങ്ങളിൽ നിന്നായിട്ട് ശേഖരിച്ച് വെച്ച് ഇപ്പോഴും എടുത്ത് പരിശ്രമിക്കുന്നുണ്ട്. അതിലൊരു കഴുതയുടെ കഥയുണ്ട്. എനിക്ക് തോന്നുന്നു 2-ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ആ കഴുത ഇങ്ങനെ മുതുകത്ത് 2 വശത്തേക്കും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ വിഴുപ്പ് ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ട് അലക്കുകല്ല് തേടി നടക്കുന്ന ഒരു മൃഗമാണ്. അത് ആ കഴുതയിട്ട് പഴകിയ ഉടുപ്പല്ല കഴുത ചുമക്കുന്നത് എന്നതാണ് കഴുതയുടെ ഒരു സിംബോളിസത്തിൻ്റെ പ്രസക്തി. മറ്റാരൊക്കെയോ ഇട്ട് പഴകിയ അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ അലക്കുവാനുള്ള കല്ല് തേടി കഴുത മൂവ് ചെയ്യുകയാണ്. കഴുതയുടെ കൂടെ ഈ അലക്കുകാരനും ഉണ്ടാവാം, കഴുതക്കാരനും ഉണ്ടാവാം. ഇതേ ഇമേജറിയാണ് ഈശോ ഇവിടെ ഓശാനയിൽ കഴുതയെ സ്വീകരിച്ചപ്പോൾ ഒന്നാമതായി ഈശോയുടെ മനസ്സിൽ വന്നത് എന്ന് ചിന്തിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. തൻ്റേതല്ലാത്ത പാപങ്ങളുടെ ഭാരം, ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളുടെ ഭാരം, അത് വഹിച്ചുകൊണ്ട് ആ പാപത്തിൻ്റെ അഴുക്കുകൾ മുഴുവൻ ഈ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് കഴുകിക്കളയാൻ വേണ്ടി കഴുത അലക്കുകല്ല് തേടിയ പോലെ ഈശോ കാൽവരി എന്ന മഹാ അലക്കുകല്ല്, ഈ മാനവ പാപത്തിൻ്റെ മുഴുവൻ കറകളും അലക്കി വെളുപ്പിക്കുന്ന ആ ഒരു കല്ല് തേടി ഈശോ നടക്കുന്നതായിട്ടാണ് ഞാൻ ഈ കുരിശിൻ്റെ വഴിയെ ധ്യാനിക്കുമ്പോൾ. കഴുതയുടെ പുറത്തുനിന്നാണ് ഈശോ കുരിശിലേക്ക് പരകായ പ്രവേശനം നടത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈശോയുടെ ആ ഒരു കഴുതയെ സ്വീകരിച്ചപ്പോഴുള്ള ഒന്നാമത്തെ ഇമേജറി എന്ന് പറയുന്നത് ഈശോ ഈ തൻ്റേതല്ലാത്ത, ഈശോയുടെ പാപമല്ല ഈശോ ചുമന്നത്, ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ചുമന്നുകൊണ്ട് ഈശോ യാത്ര ചെയ്യുകയായിരുന്നു. ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുന്ന നമ്മളുടെ ജീവിതവും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പല ഭാരങ്ങളും നമ്മൾ നിർമ്മിച്ച ഭാരങ്ങളല്ല എന്ന് നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ വഹിക്കുന്ന നിരവധി ഭാരങ്ങളുണ്ട്, വിഴുപ്പുകളുണ്ട്, കറകളുണ്ട്, പോരായ്മകളുണ്ട്. ഇതൊന്നും പലപ്പോഴും നമ്മുടെയല്ല, നമുക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഭാരങ്ങൾ വഹിച്ചാണ് പലപ്പോഴും നമ്മൾ ക്ഷീണിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുകയാണ്. അത്തരത്തിൽ ഈശോയുടെ വ്യക്തിത്വവുമായിട്ട് ചേർത്ത് നിർത്താൻ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ഇമേജറിയാണ് ഈ കഴുത. അതുകൊണ്ട് ഈശോയുടെ കഴുതയെ നമുക്ക് വീണ്ടും ധ്യാനിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഈശോ കഴുതയെ സ്വീകരിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കഴുതയെന്ന് വിളിച്ച് ജനം പുറമ്പോക്കിലേക്ക് തള്ളിയിരുന്ന പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകാൻ നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് പുറമ്പോക്കിലേക്ക് തള്ളിയിരുന്ന ഒരു ജനവിഭാഗമുണ്ട്. കഴുതയുടെ വിലയാണ് അവർക്ക് കൊടുത്തിരുന്നത്. അവരെ പാപികൾ, ചുങ്കക്കാർ, രോഗികൾ,
തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചാണ് വിളിച്ചിരുന്നത്. എന്തെങ്കിലുമൊക്കെ ബലഹീനതകളുള്ളവർ, യഹൂദ സംസ്കാരത്തിൽ നമുക്കറിയാം അത് ദൈവത്തിൻ്റെ ശാപമാണ്. ഈ ലോക ജീവിതത്തിൽ ഒരു രോഗം വരുന്നത്, ഒരു ബലഹീനത വരുന്നത്, അത് പൂർവികരുടെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ വലിച്ചെറിയപ്പെട്ടവരുടെ അരികിലേക്ക് ഈശോ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ കഴുതയെന്ന് വിളിച്ച് ജനം പുറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു ജനതതി, അത് യഹൂദ സംസ്കാരത്തിൻ്റെ ഒരു അവബോധ തലത്തെ ഈശോ എന്ന് തിരുത്താൻ ആഗ്രഹിച്ചിട്ടാണ് അത്തരത്തിലുള്ളൊരു പരിശ്രമം നടത്തിയതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാക്കന്മാർ പൊളിച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്ന പഴമൊഴി ഇസ്രായേലിൽ നിങ്ങളിനി ആവർത്തിക്കുന്നത് എന്തിന്? എന്താണ് അതിൻ്റെ അർത്ഥം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ആ വചനത്തിൻ്റെ ഒരു പൂർവ്വ സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു അധ്യായമാണ്, നമുക്കറിയാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പുറപ്പാട് 20, ദൈവം 10 കൽപ്പനകൾ മോശയ്ക്ക് നൽകുന്ന അധ്യായമാണ്. അതിൽ 1-ാമത്തെ കൽപ്പന ദൈവം നൽകുകയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ച ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. 1-ാം പ്രമാണം തുടങ്ങുകയാണ്. നമ്മളെല്ലാം കാണാതെ പഠിച്ചിട്ടാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ആ കൽപ്പനയെ വിശദീകരിക്കുകയാണ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ പുറപ്പാട് 20-ൽ. അപ്പോൾ അതിൽ 5-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൽപ്പനകൾ പാലിക്കാത്ത പിതാക്കന്മാരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മളിൽ പലരും അതിനെ വ്യാഖ്യാനിച്ച് 3ഉം 4ഉം കൂടെ കൂട്ടി 7 തലമുറ വരെ ഒപ്പിക്കുകയും അങ്ങനെ 7 തലമുറ വരെ പൂർവികരുടെ പാപത്തിൻ്റെ പേരിൽ ദൈവം മനുഷ്യരെ ശിക്ഷിക്കും എന്ന ഒരു തെറ്റായ പ്രമാണം ദൈവപ്രമാണത്തോട് ചേർത്ത് നമ്മൾ വ്യാഖ്യാനിച്ച് കാലങ്ങളുടെ ഭിത്തിയിൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് 5-ാമത്തെ വചനം കഴിഞ്ഞ് 6-ാമത്തെ വചനത്തിൽ തന്നെ ദൈവം പറയുന്നുണ്ട്. ഏത് 6-ാമത്തെ വചനത്തിൽ? പുറപ്പാട് 20:6 പറയുന്നുണ്ട്, 4, 3, 7 തലമുറ വരെ എൻ്റെ കൽപ്പനകൾ പാലിക്കാത്തവരെ ഞാൻ ശാസിക്കും, ശിക്ഷിക്കും എന്ന് പറഞ്ഞ കർത്താവ് തന്നെ 6-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എൻ്റെ വചനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരുടെ മക്കളെ ഞാൻ എന്തു ചെയ്യും? അവരോട് ഞാൻ എന്തു ചെയ്യും? 1000 തലമുറ വരെ, 1000 ഗുണം 1000, 10 ലക്ഷം വർഷങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണമില്ലാത്ത വർഷങ്ങളാണ്, അനന്തമാണ്. എന്താണ് അനന്തമായിട്ടുള്ളത്? ദൈവത്തിൻ്റെ കരുണയാണ് അനന്തമായിട്ടുള്ളത്. അപ്പോൾ പാപം ചെയ്യുന്നതിൻ്റെ പേരിൽ ദൈവം നൽകുന്ന ശാസനയല്ല, വിശ്വാസത്തോടെ ജീവിതം അനുശീലിക്കുന്നവർക്ക് തമ്പുരാൻ നൽകുന്ന മഹത്തായ കരുണയാണ് നമ്മൾ പാടേണ്ടത് എന്ന് തമ്പുരാൻ 1-ാം പ്രമാണത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അത് തലയിൽ കയറാത്ത ഒരു തലമുറയെ കർത്താവ് വീണ്ടും എസെക്കിയേൽ പ്രവാചകനിലൂടെ പുനർവിചിന്തനത്തിനും ഒരു ജീവിത നവീകരണ ധ്യാനത്തിനും വേണ്ടി ക്ഷണിക്കുകയാണ് 18-ാമത്തെ അധ്യായത്തിൽ. ആ 18-ാമത്തെ അധ്യായത്തിൽ തമ്പുരാൻ പറയുകയാണ്, ഇസ്രായേലിൽ നിലനിൽക്കുന്ന ഈ പഴമൊഴി നിങ്ങളിനി ആവർത്തിക്കരുത്. അതൊരു പഴമൊഴിയായിപ്പോയി. ഈ പുറപ്പാട് 5 എന്ന് പറയുന്ന ഒരു പഴമൊഴിയായി മാറി. എന്താണ് ആ പഴമൊഴി? പിതാക്കന്മാർ പുളിച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു. അതാണ് പഴമൊഴി. പിതാക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തിക്ക് മക്കൾ അനുഭവിക്കും എന്നതാണ് പഴമൊഴിയുടെ അർത്ഥം. ആ പഴമൊഴി നിങ്ങളിനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് 3 തലമുറകളെ കർത്താവ് അവതരിപ്പിക്കുന്ന ഒരു വലിയ വിശ്വാസ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് എസെക്കിയേൽ 18. അവിടെ 3 തലമുറകൾ. ഒരപ്പൻ നിയമമനുസരിച്ച് ജീവിക്കുന്നവൻ, അയാൾ മരിച്ചു, അയാളുടെ മകൻ അപ്പനെ ധിക്കരിച്ച് ജീവിക്കുന്നവൻ, അയാളും മരിക്കുന്നു, അയാളുടെ മകൻ തൻ്റെ അപ്പൻ നെറുകേട് കാണിച്ച് ജീവിച്ചത് കണ്ട് ഭയന്ന് നേരോടെ ജീവിക്കുന്നവൻ. എന്നിട്ട് 19-ാമത്തെ വചനത്തിൽ ദൈവം ചോദിക്കുകയാണ് എസെക്കിയേൽ പ്രവാചകൻ വഴി,
ഈ പിതാവിൻ്റെ പാപങ്ങളുടെ പേരിൽ ഞാൻ ഈ പുത്രനെ ശിക്ഷിക്കാത്തത് എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എന്നിട്ട് 20-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പിതാവ് പിതാവിൻ്റെ പാപത്തിൻ്റെ പേരിലും പുത്രൻ പുത്രൻ്റെ പാപത്തിൻ്റെ പേരിലുമാണ് ശിക്ഷിക്കപ്പെടുന്നത്. പാപം ചെയ്യുന്നവൻ മാത്രമാണ് മരിക്കുന്നത്, അല്ലാത്തവൻ അതിൻ്റെ പേരിൽ മറ്റൊരാളുടെ പാപത്തിൻ്റെ പേരിൽ വേറൊരാളെ ഞാൻ ശിക്ഷിക്കില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നത്. അവിടെ ശിഷ്യന്മാർ, ഈശോയുടെ കൂടെ 3 വർഷം നടക്കുന്ന ശിഷ്യന്മാർ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചുകൊണ്ട് ഈ പഴമൊഴിയുടെ ആ ഒരു സ്വാധീനം പ്രകടിപ്പിക്കുകയാണ്. എന്താണത്? ഇവൻ അന്ധനായിരിക്കുന്നത് ആരുടെ പാപനിമിത്തമാണ്? നോക്കണം, ആ ഒരു തുടർച്ച നൂറ്റാണ്ടുകളിലൂടെയാണ്, 1500 വർഷങ്ങൾക്ക് ശേഷം ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം, ഒരു തകർച്ച, ഒരു ക്ഷീണം, പരാജയം, അത് ദൈവം എൻ്റെ പൂർവികരുടെയോ പാപത്തിൻ്റെ ഫലമായി നൽകുന്ന ശിക്ഷയാണ് എന്ന് വിചാരിച്ച് അത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് നീക്കി നിർത്തി പുറമ്പോക്കിലേക്ക് ചവിട്ടിത്തള്ളാനുള്ള ഒരു പ്രലോഭനം എൻ്റെയൊക്കെ കപട ആത്മീയതയ്ക്കുണ്ട് എന്നതുകൊണ്ടാണ് കർത്താവ് കഴുതയെ തൻ്റെ വാഹനമായി സ്വീകരിച്ച് കഴുതയെന്ന് വിളിച്ച് കഴുതയുടെ വില കൊടുത്ത് പുറമ്പോക്കിലേക്ക് തള്ളിക്കളഞ്ഞിരിക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യരെ, അവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനാണ്, ബന്ധിതർക്ക് മോചനം നൽകാനാണ്, അന്ധർക്ക് കാഴ്ച നൽകാനാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ്, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്ന കർത്താവിന് തൻ്റെ രാജകീയ പ്രവേശനത്തിന് തൻ്റെ രാജത്വത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് പുറമ്പോക്കിൻ്റെ രാജാവാണ് ഞാൻ, പുറമ്പോക്ക് സമൂഹത്തിൻ്റെ രാജാവാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത്. ആ രാജാവിനെയാണ് ഈ ജനം ഓശാന പാടി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുരുത്തോലയും പുതിയ വസ്ത്രങ്ങളുമൊക്കെ വിരിച്ച് ഈ രാജാവിനെ സ്വീകരിക്കുമ്പോൾ, മൂന്നാമതായി ഈശോ കഴുതയെ സ്വീകരിച്ചതിൻ്റെ ഒരു ഇമേജറിയിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഈശോയെ സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, അവർക്കും ഇഷ്ടമായിരുന്നു. ഈശോയെ സ്വീകരിച്ചവർക്ക് കഴുതയെ കൂടി സ്വീകരിക്കേണ്ടി വന്നു എന്നതാണ് ഓശാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു ചലഞ്ച്. നമ്മൾ എന്നിട്ട് ആ പാവം കഴുതയുടെ ഈഗോയെ പറ്റി കഥ എഴുതി, അങ്ങനെയും കഥ എഴുതി നമ്മളതിനെ പിന്നെ അപമാനിച്ചു. ഈ കിട്ടുന്ന തോരണമാലകളെല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് കഴുത ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഥ എഴുതി വെച്ചു. ഈശോയുടെ ആളാണ് ഞാൻ, ഈശോയെയാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ സ്വീകരിച്ചവരെ കൂടി ഞാൻ സ്വീകരിക്കണം എന്നതാണ് ഈ ഓശാന നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു ചലഞ്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 6:20 ഈശോ നമ്മോട് പറയുകയാണ്, അഷ്ടഭാഗ്യങ്ങൾ അവതരിപ്പിച്ച് പറയുകയാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ഈ കഴുതയോടുകൂടിയാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കേണ്ടത് എന്ന് പറയുകയാണ്. നീ വിരുന്ന് നടത്തുമ്പോൾ ലൂക്ക 14:13-14 നീ വിരുന്ന് നടത്തുമ്പോൾ നീ കഴുതയെയും ക്ഷണിക്കണം എന്ന് പറയുക. നിന്റെ വിരുന്നുശാലയിൽ കുതിരയും ആനയും സിംഹങ്ങളും പുലികളും മാത്രമാണ് നിന്റെ വിരുന്നുശാലയിലുള്ളതെങ്കിൽ ആ വിരുന്നിൽ ഞാൻ പ്രസാദിക്കില്ല. നീ കഴുതകളെ ക്ഷണിക്കണം. സമൂഹം കഴുതകൾ എന്ന് പറഞ്ഞ് തിരസ്കരിച്ചവരെ ക്ഷണിക്കണം. ആരെയൊക്കെയാണ് ക്ഷണിക്കേണ്ടതെന്ന് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്. നിങ്ങൾ ദരിദ്രരെ ക്ഷണിക്കുക, വികലാംഗരെ ക്ഷണിക്കുക, മുടന്തരെ ക്ഷണിക്കുക, കുരുടന്മാരെ ക്ഷണിക്കുക. നിന്റെ വിരുന്നുശാലയിൽ എന്നെയാണ് നീ മുഖ്യ അതിഥിയായി വിളിക്കുന്നതെങ്കിൽ എന്നോടൊപ്പം വരുന്നവരെ, ഞാൻ കൂടെ കൂട്ടുന്നവരെ കൂടി നീയും കൂടെ കൂട്ടണം എന്ന് പറയുന്ന ഒരു സുവിശേഷമാണ് ഓശാനയുടെ സുവിശേഷം. അപ്പോൾ ഈ കഴുതഭാവങ്ങളുള്ളവരില്ലാത്ത ക്രിസ്തു എൻ്റെ അൾത്താരകളിൽ ആരാധിക്കപ്പെടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ആരാധിക്കപ്പെടുമ്പോൾ ഞാനൊരു യഥാർത്ഥ ക്രിസ്തുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സാക്ഷ്യമായി മാറുന്നില്ല എന്ന് ഓശാന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓശാനയ്ക്ക് ഈശോ കഴുതയെ സ്വീകരിച്ചതിന് എൻ്റെ ജീവിതത്തെ തന്നെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത്
കുതിരയും കഴുതയും തമ്മിലുള്ള വേഗതയുടെ ഒരു താരതമ്യ പഠനമാണ്. രാജാവായിട്ടാണ് ഈശോ ജെറുസലേമിലേക്ക് വരുന്നത്. ഇതാ യഹൂദന്മാരുടെ രാജാവ്, ദാവീദിൻ്റെ പുത്രൻ, ഓശാന, ഞങ്ങളെ രക്ഷിക്കാൻ വന്നവൻ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ്. വരുന്നത് പക്ഷേ കുതിരപ്പുറത്തല്ല എന്നതാണ് വ്യത്യാസം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു രാജഭാവം നമ്മൾ സിനിമാ പോസ്റ്ററുകളിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സിനിമാ പോസ്റ്ററുകളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, രാജകഥകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഈ മേലങ്കിയൊക്കെ ഇങ്ങനെ പറന്ന് നിന്ന് ഈ കുതിരപ്പുറത്ത് ഇങ്ങനെ ചീറിപ്പാഞ്ഞൊക്കെ ചക 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 എന്നൊക്കെയുള്ള ഒച്ച വെച്ച് പറന്നു വരുന്ന ഒരു രാജഭാവം നമ്മളൊക്കെ അറിയാതെ ആദരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു ഇമേജറിയാണ്. രാജാവാണെങ്കിൽ അങ്ങനെ വേണം, വാളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. അങ്ങനെ നമ്മൾ ഗീവർഗീസ് പുണ്യവാൻ്റെ ചിത്രത്തിൽ പോലും ഈ പറന്നു നിന്ന് പിശാചിനോട് പോരാടുന്ന അപ്പം ഈ മേലങ്കിയൊക്കെ ഇങ്ങനെ പറന്നു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ചീറിപ്പായുന്ന ഒരു രാജരൂപം, ചീറിപ്പായുന്ന ഒരു രാജരൂപം, അതാണ് രാജാവ് എന്ന് പറയുമ്പോൾ. ഈശോ ഈ കുതിരയുടെ വിപരീത പദമാണ് കഴുത എന്ന് പറയുകയാണ്. ഈ കുതിരയുടെ വിപരീത പദമാണ് കഴുത. അത് ശരിയാവൂ? കുതിരയുടെ വിപരീത പദം കഴുതയാവൂ? അറിയില്ല. പക്ഷേ ഈശോയെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് പറയാം. കാരണം രക്ഷിക്കാനായിട്ട് വരുന്ന രാജാവിന് ആരോഗ്യം, വേഗത, രാജഭാവം ഇതെല്ലാം തൻ്റെ അനുയായികളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ആവശ്യമായിരുന്നു. ആ സമയത്താണ് യാതൊരു ഇംപ്രഷനിസത്തിൻ്റെ ചിഹ്നങ്ങളും ഉപയോഗിക്കാതെ ഈശോ ഏറ്റവും ദുർബലനായിട്ട് കടന്നു വരുന്നത്. കഴുത എന്ന് പറയുന്ന മൃഗത്തിൻ്റെ പുറത്ത് ജനങ്ങളുടെ ഇടയിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് കർത്താവിന് തൻ്റെ അരികിൽ നിൽക്കുന്നവരുടെ നിലവിളി കേൾക്കാൻ കഴിഞ്ഞത്. തൻ്റെ അരികിൽ നിൽക്കുന്നവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതപ്പോഴാണ്. അവർ വിളിച്ച് പറഞ്ഞത് കേൾക്കാൻ കഴിഞ്ഞതപ്പോഴാണ്. അവരുടെ നിവേദനങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ ആകുലതകൾ, വ്യാകുലതകളൊക്കെ ഈശോയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞത് ആ സമയത്താണ്. വേഗതയില്ലാത്ത യാത്രക്കാരനാകാനുള്ള വിളിയാണ് ഓശാന. വേഗതയില്ലാത്ത സഹയാത്രികനാവുക എന്ന് പറയുമ്പോൾ നിന്നേക്കാൾ വേഗതയില്ലാത്ത സഹയാത്രികനാണ് ഞാൻ, സഹയാത്രികയാണ് ഞാൻ എന്ന് വെച്ചാൽ നിൻ്റെ വേഗത എനിക്ക് മതി എന്നാണ്. നിൻ്റെ വേഗത എനിക്ക് മതി എന്ന് ഈശോ എന്നോട് പറയുകയാണ്. എനിക്കത് മതി, എനിക്ക് അത്രയും തിരക്കേ ഉള്ളൂ. നിന്നെ മറികടന്നോടാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുകയാണ്. എൻ്റെ അത്ര വേഗതയിൽ ഓടാൻ കഴിവില്ലാത്തവൻ്റെ മുമ്പിൽ അതിവേഗത്തിൽ ഓടുന്നതിനെ പാപം എന്ന് കർത്താവ് വിളിക്കുന്നതായി ഞാൻ വിചാരിക്കുകയാണ്. അത് എൻ്റെ അത്രയും ശേഷിയില്ലാത്തവരെ ഞാൻ അവഗണിക്കുന്ന കർമ്മമാണ് എന്നതുകൊണ്ടാണത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തരത്തിൽ ഈശോ പാപം ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചവർ പാപം ചെയ്തു പോയതിൻ്റെ പേരിലാണ് ഈശോ അവതരിപ്പിച്ച മനോഹരമായ ഒരു കഥയ്ക്ക് കർത്താവ് വിചാരിക്കാത്ത പേര് കൊടുത്തത് എന്ന് സുവിശേഷം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. നല്ല സമറായൻ, ആ ഉപമ ഈശോ വേഗത കൂടിയവരെ വളരെ ശക്തമായി ആക്രമിക്കുന്ന ഉപമയാണ്. ഈ നോമ്പുകാലത്ത് കഴുതപ്പുറത്ത് മതി യാത്ര എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നൊരു ഉപമയാണ്. നോമ്പുകാലം മാത്രമല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ കഴുതപ്പുറത്ത് മതി യാത്ര എന്നെന്നെ ഓർമ്മിപ്പിക്കുന്ന ഉപമയാണ് നല്ല സമറായൻ്റെ ഉപമ. ഈശോ വേഗത കുറഞ്ഞ ഓട്ടക്കാരനായി വരികയാണ്, കഴുതപ്പുറത്ത് വരികയാണ് ഈശോ. അവിടെ മുറിവേറ്റ് വീണവൻ എൻ്റെ സഹവിശ്വാസിയാണ്, സമുദായക്കാരനാണ്, സഹജീവിയാണ്, സഹവാസിയാണ്. അവിടെ മുറിവേറ്റ് വീണവൻ. അതുകൊണ്ട് നല്ല സമറായൻ എന്ന പേര് ഈശോ ആ ഉപമയ്ക്ക് കൊടുക്കേണ്ടി വന്നതാണ്. ഒരിക്കൽ ഷെക്കൈന TV-യിൽ സമുദായ ഭദ്രതയെ പറ്റിയുള്ള മിസ്ബ കൺവെൻഷൻ ടോക്ക് കൊടുക്കുന്ന സമയത്ത് ഈ നല്ല സമറായൻ്റെ ഉപമയെ വ്യാഖ്യാനിച്ച് പറഞ്ഞ ഒരു ശീർഷകം ഇതാണ്: ഗതികേട് കൊണ്ട് കൊടുത്ത ശീർഷകം എന്നാണ്. ഗതികേട് കൊണ്ട് കൊടുത്ത ശീർഷകമാണ്. ഈശോ നല്ല സമറായൻ്റെ ഉപമയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു.
അപ്പോൾ ഈശോയ്ക്ക് ആ കഥയുടെ നായകനാക്കാനായിട്ട് കർത്താവ് ആദ്യം ആഗ്രഹിച്ചത് ആരെയായിരുന്നു എന്ന് നമ്മൾ ഈശോയുടെ മനസ്സിൽ കയറി ചിന്തിക്കുമ്പോൾ, ഈ കഥ പറയുമ്പോൾ ഈ കഥാകാരൻ്റെ ഒരു മനസ്സ് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, ഈശോയ്ക്ക് ആക്ച്വലി ആ സമയത്ത് ആദ്യം ഈശോയ്ക്ക് ഈ കഥ ഇതിൻ്റെ കാൽഭാഗം കൊണ്ട് പൂർത്തിയാക്കാനാണ് ആഗ്രഹിച്ചത്. അതേതായിരുന്നു ആ കാൽഭാഗം? അത് ഈ മുറിവേറ്റ് വീണവൻ അവൻ്റെ അരികിലൂടെ, അവൻ കിടക്കുന്ന വഴിയുടെ അരികിലൂടെ വരുന്ന പുരോഹിതനെ ഇവൻ കാണുമ്പോൾ ഇവന് മനസ്സിലാകുന്നു, ഇത് എൻ്റെ പുരോഹിതനാണ്. ഞാൻ മുറിവേറ്റ് വീണ് കിടക്കുകയാണ്, കൊള്ളയടിക്കപ്പെട്ട് കിടക്കുകയാണ്. എൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എൻ്റെ ജീവിതത്തിൻ്റെ വേഗത നഷ്ടപ്പെട്ടു പോയി, മുറിവേറ്റ് പോയി, എനിക്ക് വേഗതയേ ഇല്ലാതെയായി, എൻ്റെ ജീവിതം നിശ്ചലമായി. അങ്ങനെ കിടക്കുമ്പോഴാണ് അവൻ അകലെ ഈ ഒരു വെള്ള തുണി ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അവൻ വിചാരിക്കുന്നത് എന്നെ പൊതിയാൻ വരുന്ന തുണിയാണത് എന്നവൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അത് അടുത്തടുത്ത് വരുന്നതോടുകൂടി ഇവൻ്റെ പ്രതീക്ഷ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. ഇപ്പോഴെൻ്റെ മുറിവുകൾ ഉണക്കും, ഇപ്പോഴെന്നെ താങ്ങി എഴുന്നേൽപ്പിക്കും, ഇപ്പോഴെനിക്ക് എണ്ണയും തേനും വെച്ച് കെട്ടും, അങ്ങനെ എന്നെ ആശ്വസിപ്പിക്കും, എന്നെ താങ്ങി ഉയർത്തും എന്നൊക്കെ വിചാരിച്ച് ഇവൻ ഈ പുരോഹിതനെ ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ വഴിയരികിലൂടെ അയാൾ ഇങ്ങനെ അതിവേഗത്തിൽ നടക്കുകയാണ്. ഈ വേഗത കുറഞ്ഞവൻ്റെ അരികിലൂടെ അവൻ അതിവേഗത്തിൽ ഓടിയത് അൾത്താരയിലേക്കാണ് എങ്കിൽ പോലും കർത്താവ് പറയുകയാണ്, ബലിയല്ല എനിക്ക് വേണ്ടിയിരുന്നത്, ആ മുറിവുകളിൽ ഒഴിക്കാനുള്ള കരുണയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ആ പുരോഹിതൻ്റെ ആ യാത്ര, ആ കടന്നുപോകൽ, പുരോഹിതൻ്റെ കടന്നുപോകലിനെ പെസഹ എന്ന് അവൻ വിളിച്ചില്ല എന്ന് നമ്മൾ ഓർക്കണം. ആ വഴിയരികിൽ നിന്ന് ഈ മുറിവേറ്റവൻ്റെ മിഴിയരികിലേക്കുള്ള ദൂരം അയാൾ കൂട്ടി വന്നു. അൾത്താരയിലെത്തിയപ്പോഴേക്കും ആ വഴിയരികിൽ നിന്ന് മിഴിയരികിലേക്കുള്ള ദൂരം കൂടി വന്നു. മുറിവേറ്റവൻ്റെ മിഴിയരികിലേക്കുള്ള ദൂരം കൂടി വന്നു. അപ്പോൾ ഈശോയ്ക്ക് രണ്ടാമതൊരു കഥാപാത്രത്തെ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് കർത്താവ് ലേവായനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കഥയിൽ. അല്ലെങ്കിൽ ആ കഥ, ഈ പുരോഹിതൻ ഈശോയുടെ നേരുള്ള പുരോഹിതനായിരുന്നുവെങ്കിൽ ആ പുരോഹിതൻ ഞാൻ തന്നെയാണ് എന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത്. ഈശോയുടെ നേരുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ആ കഥയുടെ 1/3 ഭാഗം കൊണ്ട് ആ കഥ പൂർത്തിയായനെ. അവനെ എടുത്ത് ഇയാൾ തോളിലിട്ട് ഓടി സത്രത്തിലെത്തി, അയാൾ മുറിവുണക്കി അവിടെ നിന്ന് പരിചരിച്ച്, ഈശോ ഏതാണല്ലോ ചെയ്തത്, ഈശോയുടെ അരികിൽ വന്ന ഒരാളെയും ഈശോ മറ്റൊരാളെ ഏൽപ്പിച്ചില്ല എന്നിടത്താണ് ഈശോ എന്ന ഈ ഒരു സൗഖ്യദായകൻ്റെ ആധികാരികത നമ്മുടെ ഉള്ളുലർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. മറ്റൊരാളെയും കർത്താവ് ഏൽപ്പിച്ചില്ല. തൻ്റെ അരികിൽ വന്ന ഒരാളെ പോലും സുഖപ്പെടുത്താൻ, നീ ഇയാളെ ഒന്ന് നോക്കണം കേട്ടോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പോയില്ല. തൻ്റെ അരികിൽ വന്നവരെ അവൻ നേരിട്ട് സുഖപ്പെടുത്തി. അവൻ്റെ അരികിൽ വന്നവരെല്ലാവരും സുഖപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 23 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, ഗലീലി, ദെക്കാപോളിസ്, ജോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്നൊക്കെ അവൻ്റെ അരികിൽ ആൾക്കാരെ കൊണ്ടുവന്ന് അവരെല്ലാം അവൻ സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിനൊന്നും വേറെ ആരുടെയും ഹെൽപ്പ് സ്വീകരിച്ചില്ല. അതാണ് ഈ വചനം പറയുന്നത്. അതുകൊണ്ട് ലേവായനെ വിളിക്കുകയാണ്. ലേവായൻ പുരോഹിതൻ്റെ സമർപ്പിതരുടെ അതേ വഴിയെ ലേവായനും തിരക്ക് പിടിച്ചു പോയി മറിഞ്ഞു. അപ്പോൾ കർത്താവിന് ഒരു വിജാതീയനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഈ കഥയിൽ നായക സ്ഥാനത്തേക്ക് മറ്റൊരാളെ സൃഷ്ടിക്കേണ്ട ഗതികേട് ഈ കഥാകാരനുണ്ടാവുകയാണ്. ആ ഗതികേടിൻ്റെ കാരണം ഞാനാണ് എന്ന് ഈ കഴുത എന്നോട് പറയുകയാണ്. ഓശാന കഴുത എന്നോട് പറയുകയാണ്, ആ ഗതികേടിൻ്റെ കാരണം ഞാനാണ്. കാരണം വേഗത നഷ്ടപ്പെട്ടവൻ്റെ മുമ്പിലൂടെ ഓട്ടമത്സരം നടത്തിയവരൊന്നും ബലിപീഠത്തിലേക്കല്ല ഓടിയത്, സ്വന്തം ആർത്തിയിലേക്കാണ് എന്ന് കർത്താവ് മനസ്സിലാക്കിയാണ്. സ്വന്തം അഭിമാനം നിലനിർത്താൻ, സ്വന്തം പദവി നിലനിർത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ പാദം പോലും നഷ്ടപ്പെട്ടവൻ പിടഞ്ഞു കിടക്കുന്ന പാദവക്കിൽ അവൻ്റെ അരികിലേക്ക് അവൻ പറഞ്ഞു വിടുന്നത് വെറുമൊരു വിജാതീയനെയാണ്. ആ വിജാതീയൻ്റെ പേരിലാണ് ക്രിസ്തുവിൻ്റെ പേരിൻ്റെ നേരറിയപ്പെട്ടത് എന്നതാണ് ഈ സമറായൻ എന്ന കഥയുടെ വ്യാഖ്യാനം. ക്രിസ്തുവിൻ്റെ പേര് ഈ വിജാതീയൻ്റെ പേരിൽ അറിയപ്പെട്ടു. നല്ല സമറായൻ എന്ന് പ്രധാനമന്ത്രി പോലും ഗുഡ് സമറിറ്റൻ എന്നുള്ള പേരിൽ ആതുര ശുശ്രൂഷയ്ക്ക് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. ഗുഡ് സമറിറ്റൻ ആരാണത്? വിജാതീയനാണ്. എനിക്ക് വേഗത കൂടിപ്പോയത് കൊണ്ട് പറ്റിയതാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ഞാൻ എൻ്റെ പരിസരത്തേക്ക് നോക്കിക്കൊണ്ട് വേണം എൻ്റെ യാത്ര തുടരാനെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
വേഗതയില്ലാത്ത ഓട്ടക്കാരനാണ്. നിൻ്റെ വേഗത എനിക്ക് മതി എന്ന് പറയുന്ന ഒരു മനസ്സാണ് ഈശോയുടെ മനസ്സ്. അത്തരത്തിൽ നിസ്സഹായരുടെ, ചലനവേഗം കുറഞ്ഞവരുടെ രാജാവായി അവൻ മാറുകയാണ്. സഞ്ചരിക്കാൻ കഴിവില്ലാത്തവരുടെ രാജാവായി അവൻ മാറുകയാണ്. അതുകൊണ്ട് ഈശോ ഈ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. കഴുതയെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്തിന് എന്നാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കഴുതയെ കർത്താവ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മണിക്കൂറുകൾ നമുക്ക് ആ വചനത്തെ വിചിന്തനം ചെയ്യാനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കാണുകയാണ്. കാരണം കർത്താവ് കഴുതപ്പുറത്ത് കയറിയത് ഈ ഓശാനയുടെ അന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. കർത്താവ് കഴുതപ്പുറത്ത് കയറിയാണ് തൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നത് എന്ന് മത്തായിയുടെ സുവിശേഷം 4:23 നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കഴുതപ്പുറത്ത് കയറിയാണ്. ലൂക്കായുടെ സുവിശേഷം 4:18 കഴുതപ്പുറത്തേക്കാണ് ഞാൻ കയറാൻ വരുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിവേഗതയിലുള്ള എൻ്റെ ഈ ഓട്ടം ക്രിസ്തീയമല്ല എന്ന് ക്രിസ്തുനാഥൻ എന്നെ പഠിപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ വിശുദ്ധവാര ദിനങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഓട്ടത്തിനിടയിൽ എനിക്ക് മിണ്ടാൻ പറ്റാതെ പോയവർ, എന്നോട് പറഞ്ഞിട്ട് പൂർത്തിയാക്കാതെ പാതി വാക്കുകൊണ്ട് എൻ്റെ പാദവക്കിൽ നിന്ന് ഇനിയും ഞാൻ തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവരുടെ അരികിലേക്കുള്ള ഒരു മടക്കയാത്രയുടെ സമയമാണ് ഈ ഒരു നോമ്പ് എന്ന് നമ്മെ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്.